ആഗോള സമാധാനത്തെ മുൾമുനയിൽ നിർത്തുന്ന അത്യന്തം ഗൗരവകരമായ സംഭവ വികാസങ്ങളാണ് ഒമാൻ കടലിലും ഹോർമുസ് കടലിടുക്കിലും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഏപ്രിൽ 19 നടന്ന നാടകീയമായ സൈനിക നീക്കത്തിൽ ഒരു ഇറാനിയൻ ചരക്ക് കപ്പലിന് നേരെ അമേരിക്കൻ നാവികസേന വെടിയുതിർക്കുകയും കപ്പൽ ബലമായി പിടിച്ചെടുക്കുകയും ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഈ വാർത്ത സ്ഥിരീകരിച്ചതോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു യുദ്ധത്തിനുള്ള കാഹളം മുഴങ്ങിയിരിക്കുകയാണ്. നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ മേഖലയിൽ നിലനിൽക്കുന്ന കടുത്ത പിരിമുറുക്കം ഇപ്പോൾ കടലിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് വഴിമാറിയിരിക്കുന്നു. തൂസ്ക എന്ന ഇറാനിയൻ ചരക്ക് കപ്പലിന് നേരെയാണ് അമേരിക്കൻ നാവികസേനയുടെ കരുത്തുറ്റ ഡിസ്ട്രോയറായ USS പ്രൂവൻസ് ആക്രമണം നടത്തിയത്. ഏകദേശം 900 അടി നീളമുള്ള ഈ കപ്പൽ ഇറാനിലേക്ക് മടങ്ങുന്നതിനിടെയാണ് അമേരിക്കൻ സൈന്യം തടഞ്ഞത്. 6 മണിക്കൂറോളം നീണ്ട മുന്നറിയിപ്പുകൾ അവഗണിച്ചതിനെ തുടർന്ന് കപ്പലിന്റെ എഞ്ചിൻ റൂമിലേക്ക് വെടിയുതിർത്ത് കപ്പൽ നിർത്തിക്കുകയായിരുന്നുവെന്ന് അമേരിക്കൻ സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. ഇതിനു പിന്നാലെ അമേരിക്കൻ മറീനുകൾ കപ്പലിലേക്ക് അതിക്രമിച്ചു കയറുകയും കപ്പൽ പൂർണ്ണമായും തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു. ഈ സംഭവത്തെക്കുറിച്ചുള്ള ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം അത്യന്തം പ്രകോപനപരമായിരുന്നു. അവർക്ക് ഞങ്ങൾ കൃത്യമായ മുന്നറിയിപ്പ് നൽകി, പക്ഷെ ഇറാനിയൻ ജീവനക്കാർ അത് കേൾക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് ഞങ്ങളുടെ നാവികസേന അവരുടെ വഴിയിൽ വെച്ച് തന്നെ അവരെ തടഞ്ഞു. ഇതാണ് ട്രംപ് സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെ പ്രഖ്യാപിച്ചത്. പിടിച്ചെടുത്ത കപ്പലിൽ എന്തൊക്കെയാണുള്ളതെന്ന് ഇപ്പോൾ പരിശോധിച്ചു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാനുമേൽ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള നാവിക ഉപരോധത്തിന്റെ ഭാഗമാണ് ഈ നടപടിയെന്നാണ് വാഷിംഗ്ടണിന്റെ ഔദ്യോഗിക വിശദീകരണം. എന്നാൽ ഇതിന് വിപരീതമായ റിപ്പോർട്ടുകളാണ് ഇറാൻ പുറത്തുവിടുന്നത്. അമേരിക്കൻ സൈന്യം ഇറാനിയൻ കപ്പലിനെ ആക്രമിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് അമേരിക്കൻ സൈനികർക്ക് പിന്തിരിഞ്ഞോടേണ്ടി വന്നു എന്നാണ് ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ അവകാശപ്പെടുന്നത്. അന്താരാഷ്ട്ര ജലപാതയിൽ കപ്പൽ ഗതാഗതത്തെ തടസ്സപ്പെടുത്തുന്ന അമേരിക്കയുടെ ഇത് സായുധ കടൽ കൊള്ളയാണെന്ന് ഇറാൻ ആരോപിച്ചു. അമേരിക്കയുടെ ഈ നിയമവിരുദ്ധ നടപടിക്ക് ഉടൻ തന്നെ ശക്തമായ തിരിച്ചടി നൽകുമെന്നും ടെഹ്റാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ സംഭവം നടന്നതോടെ ഹോർമുസ് കടലിടുക്കിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ വലിയൊരു ഭാഗം കടന്നു പോകുന്ന ഈ പാതയിൽ ഇറാൻ ഇതിനോടകം തന്നെ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞു. അമേരിക്കൻ ഉപരോധം നീക്കാതെ ഒരു കപ്പലിനെയും ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോകാൻ അനുവദിക്കില്ലെന്ന കടുത്ത നിലപാടിലാണ് ഇറാൻ. ഇത് ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമായിട്ടുണ്ട്. പല രാജ്യങ്ങളിലേക്കുമുള്ള ഇന്ധന കപ്പലുകൾ ഇപ്പോൾ നടുക്കടലിൽ കുടുങ്ങിക്കിടക്കുകയാണ്. നിലവിലെ സാഹചര്യം ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ഭീതിയിലാണ് ലോകരാഷ്ട്രങ്ങൾ. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ മേഖലയിലെ മറ്റു രാജ്യങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. പാകിസ്ഥാനിൽ നടക്കാനിരിക്കുന്ന സമാധാന ചർച്ചകളിൽ നിന്ന് ഇറാൻ പിന്മാറിയത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത പക്ഷം വരും ദിവസങ്ങളിൽ സമുദ്രത്തിൽ കൂടുതൽ രക്തരൂക്ഷിതമായ പോരാട്ടങ്ങൾ കണ്ടേക്കാം. അന്താരാഷ്ട്ര സമൂഹം അതീവ ജാഗ്രതയോടെയാണ് പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഓരോ നീക്കത്തെയും നിരീക്ഷിക്കുന്നത്.